ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ അപലപിച്ച ഇസ്കോൺ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കണമെന്നും സംഘടന പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. അറസ്റ്റിനെതിരെ ഭാരതത്തിലും പ്രതിഷേധം ശക്തമാകുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ഇസ്കോൺ സന്യാസി ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹിന്ദുക്കൾക്ക് നേരെ നടന്ന അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ 26-ന് ധാക്കയിൽ നടന്ന പ്രകടനത്തിനിടെ 0 പോയിന്റിൽ കാവിക്കൊടി ബംഗ്ലാദേശ് പതാകയെക്കാട്ടിൽ ഉയരത്തിൽ കെട്ടിയെന്നതാണ് കേസ്. ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം തുടരുകയാണ്. ധാക്കയിൽ ഇന്നലെ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധ പ്രകടനം നടന്നു. ബംഗ്ലാദേശിന്റെ നടപടിയിൽ ഭാരതം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ഹിന്ദുക്കൾ അടങ്ങുന്ന മതന്യൂനപക്ഷത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ അപലപിച്ച് ജീവനകലാ ആചാര്യൻ ശ്രീ രവിശങ്കർ രംഗത്തെത്തി. ചിന്മയ കൃഷ്ണദാസ് ആയുധമെടുത്തയാളോ ഭീകരനോ അല്ല. ഭീകരതയ്ക്കിരയാകുന്ന ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുക മാത്രമാണ് ചെയ്തതെന്നും ശ്രീ രവിശങ്കർ പ്രതികരിച്ചു. He is not taking weapons, he is not taking guns, he is caring for his people. He is just standing up for the rights and want government to hear the atrocities that is being happening on the minorities there. And arresting a religious priest is not going to do any good to them or to the people or to the country or even the image of Bangladesh. We expect much more from Professor Muhammad Yunus. ഭാരതത്തിന്റെ ജവാന്മാർ ജീവത്യാഗം ചെയ്ത് രൂപീകരിച്ച രാജ്യമാണ് ബംഗ്ലാദേശ് എന്നും ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം ആശങ്കയുണ്ടാക്കുന്നുവെന്നും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ എക്സിൽ കുറിച്ചു. ഹിന്ദുക്കൾക്കെതിരെയുള്ള കലാപം അവസാനിപ്പിക്കാൻ മുഹമ്മദ് യൂനിസ് സർക്കാർ തയ്യാറാകണമെന്നും പവൻ കല്യാൺ ആവശ്യപ്പെട്ടു. ജനം, ഡൽഹി.